തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തു എന്ന് പറയുന്നത് അത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പം അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും പാർട്ടി എന്ന നിലയിലും അത് വിശദമായി തന്നെ പരിശോധിച്ചാലാണ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം കുറവുകൾ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ കഴിഞ്ഞ 2019 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം 14,000 വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് 2019 അപേക്ഷിച്ച് വോട്ടിൽ വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച UDFന്റെ സ്ഥാനാർത്ഥിക്ക് 1,00,000-ലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൌരവത്തോടുകൂടി പരിശോധിക്കേണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഞാനൊരു വിവാദത്തിനോ അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന നടത്താനോ ഈ സന്ദർഭത്തിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മതേതരത്വത്തിന് വേണ്ടി വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയത്തിന്റെ പേരിൽ നിരാശപ്പെടാനല്ല, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെമ്പാടും 20 സീറ്റുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ്, UDFന് അനുകൂലമായിട്ടുള്ള, കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് എന്തുകൊണ്ട് തൃശ്ശൂരിലുണ്ടായില്ല? അപ്പൊ അതിനുത്തരം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, അതിനുത്തരം പറയേണ്ടത് UDFും കൂടിയാണ്. അപ്പൊ ഇക്കാര്യത്തിലൊരു ആത്മപരിശോധന LDF മാത്രം നടത്തണമെന്ന് പറയുന്നതിൽ ശരിയുണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ നടത്തേണ്ടത് ഇവിടുത്തെ സിറ്റിംഗ് MP ഉള്ള ഒരു മുന്നണി തന്നെ അതിൽ കാര്യഗൌരവത്തോടുകൂടി തുറന്ന് അതിനെപ്പറ്റി പറയണം. അതിലിപ്പോ പല അഭിപ്രായങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ ചാനലിലൂടെ നേരത്തെ പല അഭിപ്രായങ്ങളും പറയുണ്ടായി, പല രീതിയിലുള്ള ആരോപണങ്ങളും UDFന്റെ ഭാഗത്തുണ്ടായി. ആ ആരോപണങ്ങൾ ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കേണ്ടതെന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ചയും അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി കാണേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ പ്രതികരിക്കുന്നതാവും ഉചിതം എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും എന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ട്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഐക്യത്തോടുകൂടി വളരെ നല്ല നിലയിൽ ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ പ്രവർത്തനം നടത്തിയിട്ടുള്ള എന്നെ പിന്തുണച്ച എല്ലാ പാർട്ടി പ്രവർത്തകർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും, മറ്റെല്ലാ ബഹുജനങ്ങൾക്കും ഈ പരാജയം ഏറ്റുവാങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഞാൻ അവരോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്താണ്. ഈ പരാജയം ഒരിക്കലും ഒരു അന്തിമമായ പരാജയമായിട്ടൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു BJP രാഷ്ട്രീയത്തിന് ഇവിടെ മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന രാഷ്ട്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. 2019 തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഇപ്പോഴും CPIക്ക് തുടർച്ചയായിട്ട് തിരിച്ചടി നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതാണ്. CPI അല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ ആ കണക്കാണല്ലോ ഞാൻ പറഞ്ഞേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 2019 പരാജയപ്പെടുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾ വാങ്ങുകയും അന്ന് 1,00,000-ഓളം വോട്ടിന് വിജയിക്കുകയും ചെയ്ത മുന്നണിക്ക് 3ാം സ്ഥാനത്ത് വരേണ്ടി വരികയും ചെയ്ത വിഷയം ഇവിടെ ചർച്ച ചെയ്യണ്ടേ? അപ്പൊ അവരും കൂടെ പരിശോധിക്കും. ഞാനതാണ് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രം പരിശോധിച്ചാൽ പരിഹാരം കാണാൻ കഴിയുന്നൊരു കാര്യമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. അതുകൊണ്ട് ഞാനതിലെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. ചില അഭിപ്രായ പ്രകടനങ്ങൾ മുമ്പൊക്കെ നടന്നിട്ടുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശദമായ ഒരു പ്രതികരണം ഇതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പ്രതികരിക്കേണ്ടതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ താമര വിരിയില്ലെന്ന് LDF UDF നേതാക്കൾ മാറി മാറി അവകാശപ്പെട്ടിരുന്നു. അതിന് വിപരീതമായ ഫലമാണ് ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ കാര്യത്തെപ്പറ്റി വിശദമായി പരിശോധിക്കണമെന്നും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില നിലപാടുകളിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ടി വരും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് കരുതുന്നത്? അല്ല, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ വിശദമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ റിസൾട്ട് പൂർണ്ണമായിട്ട് എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന 2-3 ബൂത്തുകളിൽ എണ്ണം അവിടെ പെൻഡിംഗ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിയാതെ പിന്നെ ഞാനിവിടെ വിശദീകരണം നടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ എല്ലാ പ്രവർത്തകരോടും
ഞാൻ അവരോട് അഭിവാദ്യം രേഖപ്പെടുത്തുകയാണ്. സഖാക്കളെ മുന്നോട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.